ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്റർ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇസിയാൻ സ്പോർട്സ് സിറ്റി വെച്ച് നടത്തുകയാണ്. യോണിക് സൺറൈസ് ഇന്റർ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിച്ചു. ഇന്ന് മുതൽ 13-ാം തീയതി വരെ ആയിരിക്കും മത്സരങ്ങൾ നടക്കുക. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗത്തിന്റെ മത്സരങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ശ്രീ GS ജയലാൽ MLA ഉദ്ഘാടനം നിർവഹിക്കുകയും അഡ്വക്കേറ്റ് സൂരജ് രവി, ഏണസ്റ്റ്, രാധാകൃഷ്ണൻ K, താരിഖ് T, അനിൽ അമ്പലക്കര, രാജീവ് ദേവലോകം, ശ്രീ MK ഷാജഹാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിലെ 14 ജില്ലയിലെ കുട്ടികളും ഈ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിഷയം. ഇന്നും നാളെയും സബ് ജൂനിയേഴ്സാണ്. ഇന്ന് പ്രീ ക്വാർട്ടറും ക്വാർട്ടർ ഫൈനലും ഇന്ന് തീരും. സെമി ഫൈനലും ഫൈനലും നാളെയാണ്. നാളെ ഫൈനൽ കഴിഞ്ഞ് അവർക്ക് ട്രോഫി എടുക്കും, അവരെ വിടും. മറ്റന്നാൾ അതിനടുത്ത ദിവസം ജൂനിയറിൻ്റെ 14 ജില്ലയിലെ ആൾക്കാർ വരും. അത് 2 ദിവസം. പിന്നെ സീനിയേഴ്സിന് നവംബർ 8 മുതൽ 13-ാം തീയതി വരെ ഇസിയാൻ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഏവർക്കും സൗജന്യമായി കാണാം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എൻ്റെ പേര് മുഹമ്മദ് താരിഖ്. ഞാൻ കേരള ബാഡ്മിൻ്റൺ ഷട്ടിൽ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കംപ്ലീറ്റ് അവരുടെ അക്കോമഡേഷൻ, അവരുടെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വെന്യൂവാണ് നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്ക് ഇസിയാൻ സ്പോർട്സ് സിറ്റിയിലേക്ക് നമ്മൾ ആ വെന്യൂ കൺഫേം ചെയ്യാനുള്ള മെയിൻ കാരണം. പുത്തൻകുളം കാവേരി ഇന്റർനാഷണൽ ഹോട്ടലിന്റെ തൊട്ടടുത്തായാണ് ഇസിയാൻ സ്പോർട്സ് സിറ്റിയുടെ ലൊക്കേഷൻ വരുന്നത്.